ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഏട്ടന് പോത്തോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറച്ചി ഐറ്റംസ് വാങ്ങണം കേട്ടോ. എന്നാൽ എനിക്കും വേദയ്ക്ക് ഈ പോത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഏട്ടനാണെങ്കിൽ പോത്തേ പോത്തേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് മിക്ക ഞായറാഴ്ചകളിലും ഈ പോത്തേ വാങ്ങത്തുള്ളൂ. എന്നാൽ ചിക്കൻ വാങ്ങിയരേട്ടാ ഏട്ടൻ ചിക്കൻ കഴിക്കത്തില്ല. അത് ബ്രോയിലറും കഴിക്കത്തില്ല, നാടനും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ പോത്തും കാളയും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത്. കാള എന്ന് പറയുന്നത് ബീഫ്, സോറി, പോത്തും ബീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ബീഫ് എന്ന് പറഞ്ഞാൽ കാള, പോത്തെന്ന് പറഞ്ഞാൽ ബഫലോ. ഈ പോത്തിറച്ചി എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് കൂടുതലും വെട്ടുന്നത്. കാള ഇറച്ചി എല്ലാ ദിവസങ്ങളിലും, ബീഫ് എല്ലാ ദിവസങ്ങളിലും ട്രിവാൻഡ്രത്ത് വെട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതലും പോത്തിറച്ചിയെ വാങ്ങത്തുള്ളൂ. അപ്പോൾ ഇന്ന് പോത്ത് സ്റ്റൂ വയ്ക്കാമെന്നാണ് കരുതുന്നത്. സ്റ്റൂവിന് കൂട്ടായിട്ട് ഇന്നലെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് കുബൂസ് വാങ്ങിയിട്ടുണ്ട്. കുബൂസും പോത്ത് സ്റ്റൂ. അപ്പോൾ പോത്തിറച്ചി വേണം, ക്യാരറ്റ്, പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, സവോള, 3 പച്ചമുളക് എരിവിന് വേണ്ടി എടുത്തിട്ടുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ഇല്ല, കുരുമുളക് മാത്രമേ എടുത്തുള്ളൂ. മല്ലിയില, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി കൂടുതൽ എടുക്കുക, വെളുത്തുള്ളി കുറച്ചെടുക്കുക. എപ്പോഴും സ്റ്റൂവിന് ഇഞ്ചി കൂടുതൽ നിൽക്കുന്നതാട്ടോ നല്ലത്. ഇതെല്ലാം ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ് വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. കുറച്ച് പോത്ത് മാത്രമേ സ്റ്റൂവിന് എടുത്തിട്ടുള്ളൂ, ബാക്കി കറി വയ്ക്കാമെന്ന് കരുതി. എന്നിട്ട് പോത്തിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, മെയിൻ സാധനം മറന്നു പോയി കേട്ടോ, തേങ്ങാപ്പാൽ എടുക്കണം. അങ്ങനെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കുകയാണ്. 1-ാം പാലും വേണം, 2-ാം പാലും വേണം. 2-ാം പാൽ ഇതെല്ലാം കൂടി ഒന്ന് വേവിക്കാനും 1-ാം പാൽ ലാസ്റ്റ് ഒഴിക്കാനും കേട്ടോ. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കുക ചെയ്യുന്നത്. കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് സ്പൈസസ് ഇടുക. ഏതാണ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം ഇടുക, ഇഞ്ചി വെളുത്തുള്ളി ഇടുക, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് മെയിൻ എരിവിന് വേണ്ടിയിട്ടുള്ള സാധനം പച്ചമുളകാണ് എങ്കിലും കുറച്ച് നല്ല ഫ്ലേവർ കിട്ടാൻ കുരുമുളക് ഇടുക. നല്ലതുപോലെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് ഇടുക. കുരുമുളക് ഇട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ പോത്തിനിട്ട് കുക്കറങ്ങ് മൂടി വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ മല്ലിയില എല്ലാം അരിഞ്ഞെടുക്കുന്നത്. 2-ാം പാലിലാണ് നമ്മുടെ പോത്ത് ഒരു 2-3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്ത് കേട്ടോ. നല്ലതായിട്ട് വെന്ത് വന്നു. ഇനി അതിൽ കിടക്കുന്ന പൊട്ടാറ്റോ ഒന്നും ഉടച്ചെടുക്കുകയാണ്. കാരണം ഇവിടെ പൊട്ടാറ്റോ കണ്ടിട്ടെടുത്ത് ദൂരെ കളയും. ഉടച്ചെടുക്കുമ്പോൾ കറിക്ക് ഒരു തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. ആ പൊട്ടാറ്റോ എല്ലാം കഴിക്കുന്നവരുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പൊട്ടാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. എന്നിട്ട് ഗ്രേവി 2-ാം പാലൊഴിച്ച് വേവിച്ചത് കുറച്ച് കൂടുതലായിട്ട് ഗ്രേവി തോന്നുകയാണെങ്കിൽ അതിനെ തിളച്ച് വറ്റിച്ച ശേഷം 1-ാം പാലൊഴിക്കുക. പിന്നെ 1-ാം പാലൊഴിച്ചിട്ട് അധികമായിട്ട് തിളപ്പിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഇനി നമ്മുടെ കോമ്പിനേഷനുള്ള കുബൂസ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതെങ്ങനെ പോത്ത് സ്റ്റൂ എടുത്ത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ ഇങ്ങനെ നനച്ച് കൊകുത്ത് സ്റ്റൂവിൽ മുക്കി ഒരു പീസ് പോത്തുമായിട്ട് കഴിക്കുക. ആഹാ, ഇന്നത്തെ ഡിന്നർ കുശാൽ, അടിപൊളിയായിട്ടുണ്ടേ, സൂപ്പർ.